ഒടുവിൽ UPSC നൽകിയ ചുരുക്കപ്പട്ടികയിൽ നിന്നും തന്നെ സംസ്ഥാന പോലീസ് മേധാവിയെ തെരഞ്ഞെടുക്കാനൊരുങ്ങി സർക്കാർ. പട്ടികയ്ക്ക് പുറത്തു നിന്നുള്ള ആളെ തെരഞ്ഞെടുത്താൽ നിയമയുദ്ധത്തിന് കാരണമാകുമെന്ന വിലയിരുത്തലിലാണ് തീരുമാനം. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ആരാകണം പുതിയ DGP എന്നതിൽ തീരുമാനമുണ്ടാകും. 3 പേരുടെ പേരുകളാണ് UPSC നിർദ്ദേശിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, ഗുഡ് മോർണിംഗ്. ഇൻചാർജ് DGP വരുമോ എന്നുള്ളതായിരുന്നു ആകാംക്ഷ. എന്തുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് ആതിര. നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത ഇവരുടെ 3 പേരുടെയും പേരുകളടങ്ങുന്ന ചുരുക്കപ്പട്ടികയാണ് UPSC സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ 3 പേരോടും വലിയ താല്പര്യം സംസ്ഥാന സർക്കാരിന് ഇല്ല എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിന് പ്രിയപ്പെട്ട 2 പേരുടെ പേരുകൾ കൂടി കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് മനോജ് എബ്രഹാമാണ്. ക്രമസമാധാന ചുമതല നേരത്തെ തന്നെ വഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. മറ്റൊന്ന് ADGP MR അജിത് കുമാർ ആയിരുന്നു. ADGP റാങ്കിലുള്ളവരെയും പരിഗണിക്കണം എന്നുള്ളൊരു ആവശ്യം സംസ്ഥാന സർക്കാർ ഉന്നയിക്കാൻ തന്നെ കാരണം MR അജിത് കുമാറിനെ പരിഗണിക്കാൻ വേണ്ടി കൂടിയായിരുന്നു. എന്തായാലും 30-ന് ADGP MR അജിത് കുമാർ DGP ആയിട്ട് സ്ഥാനക്കയറ്റം നേടുകയും ചെയ്യും. അപ്പോൾ ഇവരിൽ 2 പേരുടെ ആരെങ്കിലും സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നീക്കങ്ങൾ. പക്ഷേ UPSC നിർദ്ദേശിച്ച പേരുകളിൽ മനോജ് എബ്രഹാമിന്റെയും ADGP MR അജിത് കുമാറിന്റെയും ഉണ്ടായിരുന്നില്ല. പകരം പേരുകളാണ് ഞാൻ നേരത്തെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ചുരുക്കപ്പട്ടികയിൽ നിന്ന് ഒരാളെ വേണം സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ 3 പേരുടെയും പേരുകൾ ഒഴിവാക്കിക്കൊണ്ട് മനോജ് എബ്രഹാമിനെയോ അല്ലെങ്കിൽ ADGP MR അജിത് കുമാറിനെയോ DGP സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ചില ശ്രമങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനെ പറഞ്ഞതുപോലെ ഒരു ഇൻചാർജ് DGPയെ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള പരിശോധനകൾ സംസ്ഥാന സർക്കാർ നടത്തി. അതിന്റെ നിയമോപദേശങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാന സർക്കാർ തേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാന വിധി കണക്കിലെടുത്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഒരുപക്ഷെ ആ നീക്കങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയത് എന്ന് വേണം മനസ്സിലാക്കാൻ. UPSC നൽകുന്ന ചുരുക്കപ്പട്ടികയിൽ നിന്ന് തന്നെ വേണം സംസ്ഥാന പോലീസ് മേധാവിയെ തെരഞ്ഞെടുക്കാൻ എന്നുള്ള സുപ്രധാന വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ സുപ്രീം കോടതി വിധിക്ക് ലംഘനമാകും പുറത്തുനിന്ന് ഉള്ള ഒരാളെ DGP ആക്കിയാൽ എന്നുള്ള ചില ഉപദേശങ്ങൾ, നിയമോപദേശങ്ങൾ സംസ്ഥാന സർക്കാരിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരുപക്ഷെ UPSC തന്നെ നൽകിയ 3 പേരിൽ ഒരാളെ DGP ആക്കാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും നാളെയാണ് ക്യാബിനറ്റ് ചേരുന്നത്. ഈ 3 പേരിൽ ആര് സംസ്ഥാന പോലീസ് മേധാവിയാക്കി തെരഞ്ഞെടുക്കണം എന്നുള്ള ചർച്ചകൾ നാളത്തെ ക്യാബിനറ്റിൽ നടക്കും. അതിനുശേഷം ഒരാളുടെ പേര് നിർദ്ദേശിക്കുമെന്നുള്ളതാണ്. നാളെയാണ് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് ദർവേഷ് സാഹിബ് ഇറങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ പുതിയ പോലീസ് മേധാവിയെ ആര് എന്നുള്ള പ്രഖ്യാപനം സംസ്ഥാന സർക്കാർ നടത്തേണ്ടതുമായിട്ട് വരും. എന്തായാലും പ്രിയപ്പെട്ടവരെ DGP സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിയാതെ സംസ്ഥാന സർക്കാരിന് ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നു. UPSC നിർദ്ദേശിച്ച 3 പേരിൽ ഒന്നുകിൽ യോഗേഷ് ഗുപ്തയായിരിക്കും. യോഗേഷ് ഗുപ്ത ഫയർഫോഴ്സ് മേധാവിയാണ്. നിലവിൽ 1993-ലെ IPS ബാച്ചാണ്. മറ്റൊന്ന് റവാഡ ചന്ദ്രശേഖർ, ആന്ധ്ര സ്വദേശിയാണ്. റവാഡ ചന്ദ്രശേഖർ IB മേഖലയിൽ ഇപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. മറ്റൊന്ന് നിതിൻ അഗർവാൾ ഡൽഹി സ്വദേശിയാണ്. ഇവരിൽ 3 പേരിൽ ആരെങ്കിലും ആയിരിക്കും അടുത്ത സംസ്ഥാന പോലീസ് മേധാവി. അതിലാരായിരിക്കും എന്നുള്ള പ്രഖ്യാപനം, തീരുമാനം നാളത്തെ ക്യാബിനറ്റിൽ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആതിര. ശരി സൂര്യഗായത്രി, ഒടുവിൽ UPSC നൽകിയ ചുരുക്ക പട്ടികയിൽ നിന്ന് തന്നെ സംസ്ഥാന പോലീസ് മേധാവിയെ തെരഞ്ഞെടുക്കാൻ ഒരുങ്ങിയ സർക്കാർ. പട്ടികയ്ക്ക് പുറത്തു നിന്നുള്ള ആളെ തെരഞ്ഞെടുത്താൽ നിയമയുദ്ധത്തിന് കാരണമാകുമെന്ന വിലയിരുത്തലിലാണ് തീരുമാനം. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ആരാകണം പുതിയ DGP എന്നതിൽ തീരുമാനമുണ്ടാകും. 3 പേരുടെ പേരുകളാണ് UPSC നിർദ്ദേശിച്ചിരിക്കുന്നത്.